അപ്പൊ ഇതാ ഞങ്ങൾ രണ്ടാളും റെഡി ആയി ഇപ്പൊ ഇറങ്ങാൻ പോവാണ്. എവിടേക്കാ പോണ്? ഞങ്ങള് പാട്രിയോട്ട് സിനിമയ്ക്കാ പോണേ. പോപ്കോൺ നല്ല വില ഉണ്ടായിരുന്നില്ലടാ. എന്താ ഈ തിയേറ്ററിലൊക്കെ ഉള്ള പോപ്കോണിന് ഇത്ര വില? കാരണം 10, 20, 30 രൂപയ്ക്ക് പുറത്ത് കിട്ടാവുന്ന ഈ പറയുന്ന പോപ്കോൺ ആണ് അതിനകത്തോട്ട് എത്തുമ്പോഴേക്ക് 300 രൂപയാണ് അവിടുത്തെ. ഇയാളുടെ പാമ്പഴം ഇയാളുടെ പുതപ്പിന്റെ ഒരേ കളർ മാങ്ങ, മഞ്ഞ കളർ. കഴിച്ചാ ഇപ്പോ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ പടം ഭയങ്കര സൂപ്പർ ഉഗ്രൻ പടം. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇനിയിപ്പോൾ ഇതാ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. എവിടേക്കാന്നല്ലേ പറയാം. ഇതാണ് അമ്മുവിൻ്റെ കോസ്റ്റ്യൂം. അപ്പോൾ ഇതാ ഞങ്ങൾ രണ്ടാളും റെഡി ആയി ഇപ്പം ഇറങ്ങാൻ പോവാണ്. എവിടേക്കാ പോണ്? ഞങ്ങള് പാട്രിയോട്ട് സിനിമയ്ക്കാ പോണേ. മോഹൻലാൽ, മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എല്ലാവരും കൂടി ഉള്ള പടമാണ്. എങ്ങനെയുണ്ട് എന്താണെന്നൊന്നും അറിയില്ല. പോയി വന്നതിന് ശേഷം അതിൻ്റെ റിവ്യൂ പറയാം. നോക്കിയ 2 മണി 2:15 നേരം. ഒരു വെയിൽ. ഈ വെയിലത്ത് വേടപ്പം നമ്മൾ അങ്ങോട്ട് പോവാൻ. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലേക്ക് എത്തി. ഇനി ഉള്ളിൽ കയറട്ടെ. ഞങ്ങൾ PVR-ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് തിയേറ്റർ. ഈ കാണുന്ന ബോട്ടിലുണ്ട്. ഈ കാണുന്ന ബോട്ടിലിന്റെ വില എത്രയെന്ന് അറിയോ? 65 രൂപ. അതായത് നമ്മുടെ നാട്ടിൽ 15 രൂപയ്ക്ക് പോലും ഇതിനെക്കാട്ടും വലിയ ബോട്ടിൽ കിട്ടും. ഇതിന് പിന്നെ വില ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ട് മൂന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. 9 മണി ആവാറായപ്പോഴേക്കിതാ ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി. ടയർഡായില്ലേ? പടം ഇഷ്ടായി. പടം ഇഷ്ടമായോ? ശരിക്കും ഇഷ്ടമായോ? എങ്ങനെ ഉണ്ടായിരുന്നു മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഫഹദ് ഫാസിലിന്റെ ഒക്കെ എനിക്ക് ഇഷ്ടായി. ഇഷ്ടല്ല തോന്നിയില്ല എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. നയൻതാര? നയൻതാരയുടെ റോള് ഒന്നും പറയണ്ട, ചെറുതാണ്. വേണ്ട ഒന്നും പറയണ്ട. ഇനി കാണുന്ന ആൾക്കാർക്ക് അതൊരു ഇതാവണ്ട. ആയിക്കോട്ടെ, പക്ഷെ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണം ആ മൂവി. ഇപ്പോ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ പടം ഭയങ്കര സൂപ്പർ ഉഗ്രൻ പടം എന്നൊന്നും ഞാൻ പറയില്ല. മോശം പടമാണോ? അതുമല്ല, ഒരു നല്ല പടം. വൺസ് കാണാം. ഒരു നല്ല പടം. ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടൊന്നും ചിലപ്പോൾ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. മോശം പടമല്ല, ഗംഭീര പടം. അങ്ങനെയല്ല, ഒരു നല്ല പടം. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സിനിമ എല്ലാം നല്ല സൂപ്പറായിട്ടാണ്. ടെക്നിക്കൽ സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട്, ഒരു കുറ്റം പറയല്ലാത്ത രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഒന്നും പറയാനില്ല, ഒരു നല്ല പടം. അത്രയാണുള്ളൂ ഞങ്ങളുടെ ഒരു അഭിപ്രായം. പോരുന്ന വഴിക്ക് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. അമ്മുവിന് പിന്നെ എന്താണ് അതിൻ്റെ പേര്, മഷ്റൂം ദോശ ഓർഡർ ചെയ്ത് കഴിച്ചു. പൊറോട്ട ഓർഡർ ചെയ്തു, ചപ്പാത്തി ഓർഡർ ചെയ്തു. എല്ലാം നല്ല സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ തിയേറ്ററിലാണ് പ്രശ്നം മുഴുവൻ. കാരണം എന്താ, ഒരു ചെറിയ കുപ്പി ബോട്ടിലിന് 65 രൂപ. അതേപോലെ ഒരു പോപ്കോണിന് 250, 300, 350 ഈ റേഞ്ചിലാണ് റേറ്റ്. സാധാരണ ഒരു മനുഷ്യൻ തിയേറ്ററിൽ പോകണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഈ ഒരു ചെലവുകളൊക്കെ ഉണ്ടല്ലോ എന്നാലോചിച്ചുകൊണ്ട് പലപ്പോഴും തിയേറ്ററിൽ പോകാതിരിക്കുന്ന ഒരവസ്ഥ ഈ പറയുന്ന റേറ്റ് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 10, 20, 30 രൂപയ്ക്ക് പുറത്ത് കിട്ടാവുന്ന ഈ പറയുന്ന പോപ്കോൺ ആണ് അതിനകത്തോട്ട് എത്തുമ്പോഴേക്ക് 300 രൂപയാണ് അവിടുത്തെ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് വാങ്ങിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ. ഒരു ഫാമിലി ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ മിനിമം ഒരു 350, 400 ഉണ്ടെങ്കിലും പോപ്കോൺ നമ്മൾ എടുക്കേണ്ടി വരും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ സിനിമയെ പിന്നോട്ട് അല്ലെങ്കിൽ ഈ കാണികളെ പിന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കണ്ടില്ലേ ഇപ്പം തിയേറ്ററിൻ്റെ അവസ്ഥ? ഒരു 100 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന തിയേറ്ററുകളല്ലേ ഇപ്പോൾ ഉള്ളൂ. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? 400, 500, 600 പേര് ഇരിക്കാവുന്ന തിയേറ്ററുകളായിരുന്നു. ഇപ്പം എന്താ തിയേറ്ററിൻ്റെ അവസ്ഥ? ഇതൊക്കെ തന്നെ ആയിരിക്കും റീസൺ എന്ന് തോന്നുന്നു, അറിയില്ല. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പിന്നെ പോരുന്ന വഴിക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 1-2 കടയിലേക്ക് കയറി. ഈ സാധനം അവിടെ ഇല്ല. ഇനി ആ സാധനം നമുക്ക് ഓർഡർ ചെയ്ത് വരുത്തണം. കിട്ടുമോ നോക്കട്ടെ ഓൺലൈനിൽ. ഞാൻ തിരഞ്ഞു നടന്നിരുന്നത് ഇതേപോലത്തെ ടീഷർട്ടാണ്. ഇങ്ങനത്തെ ഇതാകുമ്പോൾ നമ്മളെ കഴുത്തും നെഞ്ഞൊന്നും കാണൂല. കക്ഷാണെങ്കിൽ വേർക്കുമില്ല. ബനിയനായ പോലെ അവിടെ കടന്നോളും. ചൂടുകാലത്ത് ഇടാൻ പറ്റിയ മുതലാ. പോപ്കോൺ നല്ല വില ഉണ്ടായിരുന്നില്ലടാ. എന്താ ഈ തിയേറ്ററിലൊക്കെ ഉള്ള പോപ്കോണിന് എത്ര വില? തിയേറ്ററിൽ എന്താ നമ്മുടെ കൺവീനിയൻസ്, നല്ല AC-ലിരുന്ന് കഴിക്കുക. അതും തിയേറ്ററിന് ഉള്ളിൽ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുപോയി പോപ്കോണിന്റെ വിലക്ക് എന്തോ ഈ AC ആയിട്ട് എന്താ ബന്ധം? പോപ്കോൺ വാങ്ങിയാലും എന്താ, വാങ്ങിയില്ലെങ്കിൽ എന്താ? വാങ്ങിയില്ലെങ്കിൽ പ്രശ്നം പുറത്തല്ല വിൽക്കണേ.
പുറത്തെന്ന് പറയുമ്പോ തിയേറ്ററിന്റെ ഒരു ഉള്ളിലല്ലേ 20-30 രൂപയ്ക്ക് പുറത്ത് കിട്ടുന്ന സാധനമല്ലേ ഇവര് കൊണ്ടുപോയിട്ട് മാളില് വിൽക്കുമ്പോ 300 രൂപയ്ക്ക് വിൽക്കണം. അതങ്ങനെ. അത് കൊള്ളയടിക്കല്ലേ സത്യത്തില്. മാത്രല്ല മാളിലൊക്കെ ഐറ്റംസ് ഉണ്ടല്ലോ, നോർമൽ മേക്കപ്പ് ഐറ്റംസ്. ഇവിടെ 100-150 ആ റേറ്റാണ് ഡബിൾ ദ റേറ്റ് ആയിട്ട് ഉണ്ടാവുക, 400-500 എന്നൊക്കെ. അതാ മനസ്സിലാവാത്തത്. അതേപോലെ തന്നെ തിയേറ്ററിലും അതേപോലെ തന്നെ എയർപോർട്ടിലും ഒരു സാധനത്തിന് ഒടുക്കാത്ത വിലയായിരിക്കും. ഒരു ചെറിയ 500 ml വെള്ളം കുപ്പിക്ക് 65 രൂപ. എന്നാലും വാങ്ങിക്കാതിരിക്കുന്നില്ലല്ലോ, ക്യൂ നിൽക്കണില്ലേ. ഞാൻ ആലോചിച്ച് നോക്കണേ, നമ്മളവിടുത്തെ വലിയ 20 ലിറ്ററിന്റെ വാട്ടർ ക്യാനില്ലേ, അതിന് വരെ 25 രൂപ 30 രൂപ ഉള്ളൂ. അത് 20 ലിറ്റർ, അര ലിറ്ററിന് 65 രൂപ. എനിക്കെന്തോ ഇതൊക്കെ കൊണ്ടായിരിക്കും ഒരു പക്ഷെ ആൾക്കാർ തിയേറ്ററിലേക്ക് അധികം തിരിയാത്തത് തോന്നുന്നുണ്ട്. നമ്മൾ 2 ആൾ പോകുമ്പോൾ ഓക്കെ, ഒരു 5-8 പേരുള്ളൊരു ഫാമിലി പോയാത്ത അവസ്ഥ എന്താ? ഒരു 10,000 രൂപ കൊട്ടൂലേ ആരെങ്കിലും ആ പണി വാങ്ങിക്കുന്നില്ലല്ലോ. ആ മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോ ഇപ്പൊ എല്ലാരും ചിലപ്പോ വാങ്ങിക്കണം എന്നില്ല ഈ എമൗണ്ട് കാണുമ്പോഴേ. എനിക്ക് തോന്നുകയാണ് പോയി ബ്രേക്ക് ടൈമിൽ പോയി റെസ്റ്റ് റൂം പോയി വന്നു, എല്ലാരും ഒന്നും വാങ്ങിയിട്ടില്ല. നമ്മളെ അടുത്തുള്ളവരൊക്കെ കാലിയായിട്ട് വെറും കൈയാടിരിക്കുക, നമ്മൾ മാത്രമേ പോപ്കോണൊക്കെ തിന്നുകൊണ്ട് നിന്നിട്ടുള്ളൂ. അല്ലോ മേലെ കൊണ്ടിട്ട തുണി നമുക്ക് എടുക്കാണ്ടടാ. എത്ര നേരം വിളിക്കണോന്ന് വരാലോ കൂടെ. ഇന്നലെ കൊണ്ടിട്ട സാധനല്ലേ, വരുമോ? പേടിയാണോ ഒറ്റയ്ക്ക് പോവാൻ? ആ അതെ, നല്ല പേടിയാണ്. ഒന്ന് വരുമോ? മുകളിൽ പോയി തുണി എടുക്കാം, നല്ല കാറ്റും ഉണ്ടാവും. നല്ല കാറ്റിട്ടോ, ബീച്ചിലത്തെ കാറ്റ് പോലെ. താഴത്തിറങ്ങാൻ തോന്നുന്നില്ലേ? ഇവിടെ നിന്ന് സംസാരിച്ചൊന്നും കേൾക്കൂലെന്ന് മാത്രം, കാറ്റടിച്ചിട്ട്. പശുക്കളാണ്. ആഹാ, പശുക്കളുടെ സംസ്ഥാന സമ്മേളനമാണ് ആ കാണുന്നത്. പശുക്കള് പന്നികളൊക്കെ ഇഷ്ടംപോലെ കാണാം. 10:30 ആവാറായി. ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്, മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ ചെത്തി തിന്നാലോ എന്ന്. ഈ സാധനം ഇനി വെറുതെ ചീഞ്ഞ് കളയാനൊക്കെ ഉണ്ടല്ലോ. മാങ്ങയുടെ സീസൺ അല്ല തോന്നുന്നുണ്ട്, പുളിയാണ് മുമ്പിൽ നിൽക്കുന്നത് ഈ സാധനത്തിന്. അമ്മൂന് കൊണ്ടു കൊടുക്കട്ടെ മാങ്ങ. ഇയാളുടെ പാമ്പഴോ ഇയാളുടെ പുതപ്പിന്റെ ഒരേ കളറ് മാങ്ങ, മഞ്ഞ കളറ്. കഴിച്ചാ കഴിക്ക്. അയ്യോ കറണ്ട് പോയോ? കഴിച്ചാ പായാട്ട്. ചേടാ അങ്ങനെ പറയല കുഞ്ഞാ, പായാട്ടിക്ക. പിന്നെന്താ ഇവിടെ ഇരുന്നിട്ട് കാണിക്കല്ലേ. വായിക്കോട്ടെ, അച്ഛങ്ങോട്ട് വന്നിട്ട് തരാട്ടോ, മാങ്ങ തരാട്ടോ. അയ്യോടോ, അമ്മയ്ക്ക് മാത്രം മാങ്ങ കൊടുത്തിട്ട് സങ്കടായി. വായ കാണിക്കേ, ആട്ടെ വായ കാണിക്കേ, വായ തുറക്ക്. അച്ഛൻ വന്നിട്ട് നേരിട്ടിട്ട് തരാം, മാങ്ങ തരാട്ടോ. അമ്മ വരുമ്പോ മാമ്പഴം വാങ്ങിച്ചു തരാം. എനിവേ, അപ്പം ഇന്നത്തെ വ്ളോഗ്, കുട്ടി വ്ളോഗ്, നമ്മുടെ പാട്രിയോട്ട് സിനിമയുടെ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.